യേശുവിന്റെ രക്തം. എന്താണ് അതിന്റെ പ്രാധാന്യത? വേഗത്തിൽ ഒരു ആമേസൂത്ര വേഗത്തിൽ നമുക്ക് പറഞ്ഞു പോകാം. ഒത്തിരി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇതിന്റെ അവസാനം നിങ്ങൾ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം ഉണ്ടായത് കൊണ്ട് ഞാൻ അധികം സമയം അതിനുവേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. മറന്നു പോവരുത്, ഒരു പ്രൊഫറ്റിക് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയെ കൊണ്ട് നടക്കുന്നത് ഈ 3 കാര്യങ്ങളാണ്. അതിനകത്ത് ആദ്യം കർത്താവിന്റെ രക്തത്തെ കുറിച്ച് സ്തോത്രം ഞാൻ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു വാക്യം വായിക്കുന്നതിന് മുൻപ് ഒന്ന് ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. ഈ ദാവീദിന്റെ വീട്ടിലേക്ക് ശമൂവേലിനെ അഭിഷേകത്തിന്റെ തൈലക്കൊമ്പുമായി അയക്കുമ്പോൾ അവിടെ ഒരു 5-6 പേരും നിരന്ന് നിപ്പുണ്ട്. പക്ഷെ ശമൂവേലിന്റെ മേൽ അനോയിന്റ് ചെയ്യാനുള്ള നിയോഗം കടന്നത് ആർക്ക് കൊടുക്കാനാണ്? അഭിഷേകം ചെയ്യാൻ. ആരെ അഭിഷേകം ചെയ്യാനാണ് അയച്ചത്? ദാവീദിനെ അഭിഷേകം ചെയ്യാൻ. ആരെ അയക്കാനാ? ആരെയാണ്? ആ വീട്ടിലെ പ്രൊഫറ്റിക് പേഴ്സൺ ആരാണ്? ദാവീദാണ്. അങ്ങനെ ദാവീദിനെ അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതൊക്കെ അറിയാം. ഒരിക്കൽ ഈ ദാവീദിന് ഗോലിയാത്ത് എന്ന് പറയുന്ന മല്ലനുമായി ഒരു യുദ്ധമുണ്ടായി. ഇത് നിങ്ങൾ മെസ്സേജ് പോലെ കേൾക്കണ്ട കേട്ടോ. നിങ്ങളുടെ ലൈഫുമായി ദൂതുകളെ കണക്റ്റ് ആക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു തുടങ്ങുകയാണ്. അതേ നിലവാരത്തിലിരുന്നോണം. ദാവീദിന് ഒരിക്കൽ ഗോലിയാത്തുമായി യുദ്ധമുണ്ടായി. ദാവീദ് ഒരു ചെറിയ പയ്യനാണ്. ഗോലിയാത്താണെങ്കിൽ മക്കളെ ഭയങ്കര ഒരു മല്ലനാണ്. മാനുഷികമായി നിങ്ങൾ പറ, ആരാ ജയിക്കുന്നത്? പറ. അല്ലേ? ചെറിയ ഒരു പയ്യനും വലിയ ആചാനുബാഹുവായ ഒരു മനുഷ്യനും തമ്മിൽ യുദ്ധം ചെയ്ത് ആര് ജയിക്കും? പറ. നിങ്ങൾ മിണ്ടുകയല്ലേ? മല്ലൻ ജയിക്കും മാനുഷികമായി. പക്ഷെ ആരാ ജയിച്ചേ? എന്നതാ കാര്യം? അഭിഷേകമാണോ? അഭിഷേകമാണ്. പക്ഷേ ശരിക്കും അടിസ്ഥാനപരമായി അതിനകത്തൊരു സീക്രട്ട് കിടപ്പുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ആ സീക്രട്ട് എന്തുവാണെന്ന് നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്തോത്രം വേദഭാഗത്തിലേക്ക് നമ്മൾ തിരികെയാ. എന്നെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, നീയും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് മധ്യേ ഉള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എന്റെ നിയമം ആവിത്. നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്ക് മധ്യയുള്ള നിയമത്തിന്റെ അടയാളമാകും. തലമുറയായി നിങ്ങളിൽ പുരുഷ പ്രജയൊക്കെയോ 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. വീട്ടിൽ ജനിച്ച ദാസനായാലും നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയോ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. അഗ്രചർമ്മിയായ. ഇനി എന്നെ ശ്രദ്ധിക്കണേ. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനോട് പറയാണ്, നോക്ക് നിന്റെ വീട്ടിൽ ആരൊക്കെ പുരുഷനായിട്ടുണ്ടോ അവരൊക്കെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. ആരും അഗ്രചർമ്മികളായി ഇരിക്കാൻ പാടില്ല. പരിച്ഛേദന ചെയ്യണം. എന്താ ഈ പരിച്ഛേദന എന്ന് പറഞ്ഞത്? അറിയാമോ? ഇല്ല. അറിയാമോ? അറിയാം. മെയിൽ ഓർഗൻസിന്റെ ഈ ടിപ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ? മുസ്ലിങ്ങള് അവരിപ്പോഴും ചെയ്യുന്ന കണ്ടിട്ടോ? അതേ ഉള്ളൂ സംഭവം. പഴയ നിയമത്തിന്റെ ഒരു വ്യവസ്ഥയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ ഓർഗന്റെ അഗ്രഭാഗത്തിന്റെ ചർമ്മം എടുത്തു കളഞ്ഞാൽ അവർ ദൈവത്തിന്റെ മുമ്പിൽ പരിച്ഛേദന ചെയ്തു. ആരൊക്കെയാണോ അങ്ങനെ ചെയ്യുന്നത് അവനുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്യത്തുള്ളൂ. ഇത് പഴയ നിയമത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പൊ അബ്രഹാമിനെ വിളിച്ചിട്ട് പറയാ, നിന്റെ വീട്ടിലെ പുരുഷന്മാരൊക്കെ 8-ാം ദിവസം ജനിച്ച 8-ാം ദിവസം എന്നാ ചെയ്യണം? ഇത് ചെയ്യണം. ഇത് നിന്റെ തലമുറ കൊണ്ട് നിൽക്കരുത്. നീ ഇത് തലമുറയായി
ഓക്കെ ഓക്കെ. തലമുറയായി എല്ലാ പുരുഷന്മാരും ജനിച്ച 8ാം ദിവസം എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. അവന്റെ മേലാണ് ദൈവത്തിന്റെ അടയാളം ഇരിക്കത്തുള്ളൂ. അല്ലാതെ അബ്രഹാമിന്റെ വീട്ടിൽ ജനിച്ചെന്ന് പറഞ്ഞ് ഇത് ചെയ്യാതിരുന്നിട്ട് ഞാൻ ദൈവത്തിന്റെ മകനാണെന്നും പറഞ്ഞ ദൈവം സ്വീകരിക്കുകയല്ല. ഇത് ചെയ്തെങ്കിലേ എൻ്റെ അടയാളം അവന്റെ മേൽ ഇരിക്കത്തുള്ളൂ, ഞാൻ അവന്റെ കൂടെ ഇരിക്കത്തുള്ളൂ. ഇത് നിത്യ നിയമമായി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയാണ്. ആമേൻ, സ്തോത്രം. കുറച്ച് നാളുകൾ കഴിഞ്ഞു, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, കുറച്ച് തലമുറകൾ കഴിഞ്ഞു, കുറച്ച് സംവത്സരങ്ങൾ കഴിഞ്ഞു. അബ്രഹാമിന്റെ സന്തതിയായി ദാവീദ് ജനിക്കുകയാണ്. ആമേ. അബ്രഹാമിന്റെ വർഷങ്ങൾക്ക് ശേഷം സ്തോത്രം ആ പരമ്പരയിൽപ്പെട്ട ഒരു തലമുറയായി ദാവീദ് ജനിക്കുക. ദാവീദിന് ഈ നിയമം ബാധകമാണോ? ആണ്. ഇത് തലമുറയായി ചെയ്യേണ്ടതാണ്. അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനാകിയ ദാവീദ് എന്തോ ചെയ്യണം. ദാവീദ് ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞൊരു യുദ്ധം ഉണ്ടാകുകയാണ്. 2 പേർ തമ്മിൽ യുദ്ധത്തിന് ഏർപ്പെടുകയാ. ദൈവം ആരുടെ കൂടെ ഇരിക്കത്തോളൂ? പറ. ആരാണോ നിയമത്തിന്റെ അകത്തു കയറി നിന്നത്, ആരാണോ അടയാളത്തെ വഹിക്കുന്നത്, അവന്റെ കൂടെ ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തോളൂ. സിജോ പാസ്റ്റർ. ആമേ ആമേ. ഗോലിയാത്തിനെ നോക്കുമ്പോ ഗോലിയാത്ത് പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ? ഇല്ല. ദാവീദിനെ ദൈവം നോക്കുമ്പോ ദാവീദ് അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. യുദ്ധം നടക്കുമ്പോൾ ദൈവത്തിന് നിയമത്തെ തെറ്റിക്കാൻ പറ്റത്തില്ല. അഭിഷേകം ചെയ്തിട്ടുണ്ടെന്നത് സത്യമോ, തിരഞ്ഞെടുത്തു എന്നുള്ളത് സത്യമോ, കുടുംബത്തിൽ പിറന്നതാണെന്നുള്ളത് സത്യം. പക്ഷേ അതല്ല, ആരാണോ റൂളിന്റെ അകത്ത് കയറി നിന്നത്, ആരാണോ കവറിങ്ങിന്റെ അകത്ത് കയറി നിന്നത്, അവന്റെ കൂടെ ദൈവത്തിന് ഇരിക്കാൻ പറ്റത്തോളൂ. ആമേ ആമേ. ഞാൻ അങ്ങനാണെങ്കിൽ സഭയോട് ദൂത് പറയട്ടെ. പുതിയ നിയമ വിശ്വാസികളായ നമുക്ക് കൃപയാൽ ഇതൊന്നും ചെയ്യണ്ട, പരിച്ഛേദനയും ചെയ്യണ്ട, അഗ്രചർമ്മവും നീക്കണ്ട. ആമേൻ, സ്തോത്രം. പക്ഷേ രക്തത്തിന്റെ കവറിങ് ആരുടെ മേലാണോ അടയാളമായിരിക്കുന്നത്, അവരുടെ കൂടെ ദൈവത്തിന് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുന്ന ദിവസങ്ങളിൽ ചില യുദ്ധങ്ങൾ നിങ്ങൾ കാണും. പക്ഷെ പേടിക്കരുത് കേട്ടോ. കഴിഞ്ഞ നാളുകളിൽ നിൽക്കാൻ പറ്റുമോ എന്ന് തോന്നിയ ചില യുദ്ധങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. കാരണം ആ യുദ്ധത്തിൽ ശ്രദ്ധിക്കണം. എന്നെ നമ്മൾ ആരാധിക്കും. നോക്ക്, ആ യുദ്ധത്തിൽ പിശാചെത്ര മല്ലനായാലും അവ തോറ്റുപോകും, നീ ജയിക്കും. കാരണം അടയാളം നിന്റെ മേലത്രേ. ഞാനിത് പറയുമ്പോൾ ആമേ കട്ടളമേല് കുറുമ്പടിമേല് കുഞ്ഞാടിന്റെ രക്തമുണ്ടായത് കൊണ്ട് സംഹാരദൂതൻ വീടുകൾക്കകത്തു നിന്ന് മാറിപ്പോകുകയാണ്. ചില ജോലി സ്ഥാനങ്ങളിൽ വെച്ച് ചിലതിനെ തകർക്കാൻ നോക്കിയ, ഉടയ്ക്കാൻ നോക്കിയ, മരണത്തിന്റെ നിലവിളികളെ കേൾപ്പിക്കാൻ നോക്കിയ എല്ലാ മേഖലകളെയും യേശുവിന്റെ നാമത്തിൽ രക്തത്തിന്റെ കവറ്, രക്തത്തിന്റെ കവറ്, രക്തത്തിന്റെ കവറ് ഈ ദിവസങ്ങളിൽ നിന്റെ മേൽ അധികമായി ഇരിക്കുന്നെന്ന് ആത്മാവ് ദൂത് പറയുകയാണ്. നീ പേടിക്കണ്ട, നീ ഭയപ്പെടേണ്ട. എന്റെ വീട്ടിൽ അനർത്ഥം സംഭവിക്കുമോ, മരണത്തിന്റെ നിലവിളി കേൾക്കുവോ, ആമേ ഞാൻ വഴിയിൽ വെച്ച് പട്ടു പോകുവോ, നീ ചോദിക്കരുത്. കാരണം നീ കവറിങ്ങിന്റെ അകത്താണ്. ആരുടെ മേലാണോ രക്തമടയാളമായിരിക്കുന്നത്, ആരാണോ നിത്യ നിയമത്തിന്റെ ഉടമ്പടിക്കകത്ത് സൈൻ ചെയ്യുന്നത്, അവന്റെ കൂടെ ജയം സംഭവിക്കട്ടെ. എല്ലാ ഭയത്തിന്റെ ആത്മാവിനെ പുറത്താക്കുകയാണ്. എല്ലാ പേടിയുടെ ആത്മാവിനെ പുറത്താക്കുകയാണ്.
പകരുകയാണ്. യേശുവിന്റെ രക്തം അത് ജയമെടുക്കുകയോ. ഇന്ന് പകൽക്കാലം സഭയായി നിങ്ങൾ ഈ കവറിങ്ങിന്റെ അകത്താന്നാ ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞുങ്ങളെ, ലോകം നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ അല്ല കാണുന്നത്, നിങ്ങളുടെ മേൽ പുരണ്ടിരിക്കുന്ന രക്തത്തെയാണ് അതേ ലോകം കാണാവൂ. തന്ത്രങ്ങള് കുതന്ത്രങ്ങളുമായി മാറി മാറി പയറ്റാൻ നോക്കുമ്പോ പറയണോ, ഞാൻ യേശുവിന്റെ രക്തത്താൽ കവർ ചെയ്യപ്പെട്ടവരാകൊണ്ട് എല്ലാ തന്ത്രങ്ങളെയും ഉടയ്ക്കുന്നതത്ര രക്തത്തിന്റെ പവർ. ആമേ, ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യേശുവിന്റെ നാമം. പറഞ്ഞ യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു വേദഭാഗവും കൂടി ഒന്ന് വായിക്കാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 36-ാമത്തെ വാക്യം. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചിക ഉണ്ടായിരുന്നു. അവൾ കന്യക കാലത്തിൽ പിന്നെ ഭർത്താവിനോട് കൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയോ വളരെ വയസ്സു ചെന്നോളുമായി ദേവാലയം വിട്ടു പിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു വന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരൂശലേമിന്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെ കുറിച്ച് പ്രസ്താവിച്ചു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് ഒക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസ്രയത്തിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. ഇവിടെ ലൂക്കോസ് ഒരു സ്ത്രീയെ കുറിച്ച് പറയാ, പേര് ഹന്ന. എന്നതാ? ഇത് നമ്മുടെ പഴയ നിയമത്തിലെ ശമൂവേലിന്റെ അമ്മയായ ഹന്നയല്ല. ഇവിടെ ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന. ആമേൻ, സ്തോത്രം. ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ വാസ്തവത്തിൽ ഒരു വയസ്സ് ചെന്നവളാണ്. ഓക്കെ, പ്രായം അവിടെ എഴുതിയിട്ടില്ല. നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോലെ കർത്താവിന്റെ നാമം, നാമം, നാമം. ആമേൻ. പ്രായം അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് കണക്കറിയാമെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ചക്കുവരക്കാർക്ക് മാത്സ് അറിയാവോ എന്ന് ഞാൻ നോക്കട്ടെ. എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, അവിടെ എഴുതിയിരിക്കുക കന്യാകാലത്തിൽ. അന്നത്തെ പ്രായത്തിൽ, അന്നത്തെ സമയത്ത് സ്ത്രീകൾ കല്യാണം കഴിക്കുന്നത് ഏകദേശം 15, 16, 17 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ്. ആമേൻ. അവൾ എത്ര വർഷം ഭർത്താവിനോട് കൂടെ ജീവിച്ചു? എന്നെ നോക്കിയിരിക്കണം. 7 വർഷം. ആമേൻ. ഒരു 16 + 7 എത്ര വർഷം മോനെ അവള് വിധവയായിരുന്നു? നിനക്ക് പേടിയാണോ? 84 വർഷം. പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. ഇനി എന്നെ ശ്രദ്ധിക്ക്. 7 വർഷമേ അവൾക്ക് വിവാഹ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോവുകയും 84 വർഷം ആ സ്ത്രീ വിധവയായിരിക്കുകയും ചെയ്തു. അപ്പൊ 84 + 7 + ഒരു 16, 17 വയസ്സ് കൂട്ടിയ മോനെ, കൂട്ടുവാണോ? എന്നാ കൂട്ടിക്കോ. കൂട്ടിയോ? ഇല്ല, കിട്ടിയില്ല. കിട്ടിയോ? ഇല്ല, കിട്ടിയോ? ഇല്ല. ഓക്കെ, ഞാൻ പറയാം. ഏകദേശം 105 വയസ്സിന് മുകളിൽ ഈ സ്ത്രീക്ക് പ്രായമുണ്ട്. എത്ര വയസ്സാ? 105. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, 105 വയസ്സെന്ന് പറയുമ്പോൾ നല്ല ഒരു പ്രായമല്ലേ അത്? നല്ല പ്രായം. ഇവർ ഈ 105 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ ശാരീരികമായി ഇവർ ഓക്കെ ആണോ? ആണോ? നല്ല കൊച്ചു പിള്ളേരെ പോലെ ചാടിത്തുള്ളി നടക്കുവാണോ? നമുക്കേ 35-40 വയസ്സാകുമ്പോൾ നടുവേദനയായി, തലവേദനയായി, പറയാനുണ്ടോ? എല്ലാ രോഗസൗഖ്യത്തിന് വരുമ്പോൾ നമ്മൾ കൈ വെക്കാറുണ്ട്. അപ്പം 105 വയസ്സുള്ള ഈ സ്ത്രീക്ക് അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടില്ലേ?
ഇല്ലേ? കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റുമോ? ചെവി നന്നായിട്ട് കേൾക്കാൻ പറ്റുമോ? എല്ലുകളൊക്കെ നല്ല വേദന, അസ്ഥികളൊക്കെ ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു ചുക്കി ചുളിഞ്ഞ പ്രായം. ശാരീരികമായി ഓക്കെ അല്ല ഇവര്. പറഞ്ഞേ, ഇവര് ശാരീരികമായി ഓക്കെ അല്ല. ഇനി മാനസികമായി ഇവർ ഓക്കെ ആണോ? ഇതൊക്കെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എന്നാ പറയും? ഇതൊക്കെ വേദപുസ്തകത്തിലുണ്ടോ അനുസിസ്റ്ററെ? നിങ്ങൾ ചിന്തിക്കുന്നു. എന്താ അല്ലാത്ത? പ്രായമായോണ്ടോ? 84 വർഷം വിധവയായിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീ അവരനുഭവിക്കുന്ന ചില സ്ട്രഗിളുകൾ ഉണ്ട് ദൈവമക്കളെ. ആമേ, നമുക്കിവിടെ ചായയും കാപ്പിയും ഒക്കെ ഇട്ട് തരാൻ ചുറ്റും 4-5 പേര് സമയാസമയത്ത് ഫുഡ് ഉണ്ടാക്കുക, നമ്മുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ വീട്ടിനകത്ത് 4-5 പേരുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും മെന്റലി സ്റ്റേബിൾ അല്ല. നമ്മളെക്കാൾ ഭേദമൂളം പറയി കിടക്കുന്നവരാന്ന് തോന്നിയിട്ടുണ്ടോ? പ്രൈസ് ടു ജീസസ്, ഹല്ലേലൂയ. അപ്പൊ ആരും ഇല്ലാതിരിക്കുന്ന ഈ സ്ത്രീയോ? ആമേ, ആമേ. ശാരീരികമായി ഇവർ ഓക്കെ അല്ല, അല്ല എന്ന് പറ. മാനസികമായി ഇവർ ഒട്ടും ഓക്കെ അല്ല, അല്ല എന്ന് പറ. അല്ല, പക്ഷേ ആത്മാവിൽ കരുത്തുറ്റവളായി അവൾ ഓടുകയാണ്. സ്പിരിച്വലി ഇവർ ഭയങ്കര ഓക്കെയാ. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം? ഇവർ ഉപവസിക്കുന്നെന്ന്, ഇവര് പ്രാർത്ഥിക്കുന്ന ആന്റി, ഇവർ ആലയത്തോട് ചേർന്ന് നിൽക്കുന്നത്, ഇവര് ഞായറാഴ്ച വന്നിങ്ങനെ തലപൊക്കി നോക്കുക മാത്രമൊന്നുമല്ല, ഇവരിങ്ങനെ അന്തരീക്ഷത്തോട് ചേർന്ന് കിടക്കുക. ഇവർ സ്തുതിക്കുന്നു, ഇവർ ആരാധിക്കുന്നു, ഇവർ ഉപവസിക്കുന്നു, ഇവർ പ്രാർത്ഥിക്കുന്നു. അതും കൂടാതെ കാത്തിരിക്കുന്ന ഏവരോട് അവന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യുന്നു. അങ്ങനല്ലേ വചനം? അതെന്താ അതിന്റെ സീക്രട്ട്? എന്താ അതെന്താ അതിന്റെ സീക്രട്ട്? എന്താ? ലൂക്കോസ് എഴുതി വെക്കുകയാണ്, ഹന്ന എന്ന വയസ്സ് ചെന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ല, ഹന്ന എന്ന വയോധിക ഉണ്ടായിരുന്നല്ല, ഹന്ന എന്ന എവിടെയോ കിടന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നല്ല, ഹന്ന എന്ന പ്രവാചകയുണ്ടായിരുന്നു. അർത്ഥം, നാട്ടുകാരവരെ വൃദ്ധയായ സ്ത്രീയായി കണ്ടാലും, വീട്ടുകാരവരെ ഒന്നിനെ കൊള്ളാത്ത പ്രായം ചെന്നവളായി കണ്ടാലും, സ്വർഗം അവളെ കാണുന്നത് അവളുടെ മേൽ കിടക്കുന്ന പ്രവാചക അഭിഷേകത്തെയാണ്. ആമേ, ആമേ. ഇതുകൊണ്ടാ അവര് തോണ്ടി ഇവര് മാന്തി എന്നൊക്കെ പറഞ്ഞ് ആമേ സ്വത്രം നമ്മൾ വിഷമിച്ച് നടക്കുകയൊന്നും വേണ്ട. നാട്ടുകാർ കാണുന്ന പോലെയല്ല കാര്യങ്ങൾ, വീട്ടുകാർ കാണുന്ന പോലെയല്ല. നിങ്ങളുടെ തലമേൽ ദൈവമിട്ട അഭിഷേകം എന്താണോ, നിങ്ങൾ ചുമക്കുന്ന കോളിംഗ് എന്താണോ, അങ്ങനെ ദൈവത്തിന് നിങ്ങളെ കാണാൻ പറ്റും. അഭിമന്യു പാസ്റ്റർ, സിജോ പാസ്റ്റർ വിളിക്കും പാസ്റ്ററെ ഒന്ന് വാ. വേറൊരു സഹോദരി വിളിക്കും ബ്രദറെ ഒന്ന് വാ. സിജോ പാസ്റ്ററിന്റെ അമ്മ വിളിക്കും സിജോ ഒന്ന് വാ. കൂട്ടുകാർ വിളിക്കും എടാ നീ എവിടെയാ? സ്വർഗത്തിന് നിങ്ങൾ ഇടയുമല്ല, ആമേ പാസ്റ്ററുമല്ല, ആമേൻ സ്തോത്ര ഹല്ലേലൂയ മോനുമല്ല, ആമേൻ ഹല്ലേലൂയ സ്തോത്ര ബ്രദറുമല്ല. നിങ്ങൾ ചുമക്കുന്ന കോളിംഗ് എന്താണോ അതത്രേ ദൈവത്തിന്റെ കണ്ണിൽ നിങ്ങൾ. നിങ്ങളുടെ മേൽ പ്രവാചക അഭിഷേകമാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ പ്രവാചകൻ എന്ന് വിളിക്കാനേ അറിയത്തുള്ളൂ. നിങ്ങളുടെ മേൽ സുവിശേഷത്തിന്റെ ആത്മാവാണ് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന് നിങ്ങളെ ദൈവത്തിന്റെ ആത്മഭാരമുള്ള വ്യക്തി എന്ന് വിളിക്കാനേ അറിയത്തുള്ളൂ. അവള് പറയാ 105 വയസ്സായെന്ന് കരുതി ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാൻ എന്നെ കിട്ടത്തില്ല. നടുവേദന ഉണ്ടെന്ന് കരുതി ഏതെങ്കിലും കട്ടിലെ പോയി കൊട്ടച്ചുക്കാതി തൈയൊഴിട്ട് കിടക്കാൻ എന്നെ കിട്ടത്തില്ല. ഞാൻ ദൈവത്തിന്റെ പ്രവാചക അഭിഷേകത്തെ ക്യാരി ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ കഴിഞ്ഞ നാളുകളിൽ പാസ്റ്റേഴ്സ് വന്ന് പ്രവചിച്ച ഏതെങ്കിലും കോളിംഗ് ആണ് നിങ്ങളുടെ മേൽ കിടക്കുന്നെങ്കിൽ നിങ്ങൾ അതിനെ
ചുമക്കുക, നിങ്ങൾ അതിനെ ചുമക്കുക, നിങ്ങൾ അതിനെ ചുമക്കുക. അങ്ങനത്തെ നിയോഗങ്ങൾ ക്യാരി ചെയ്യുന്നവർ കേട്ടോളം. നിങ്ങൾ കുഞ്ഞാണോ വലുതാണോ സ്ത്രീയാണോ പുരുഷനാണോ, നിങ്ങൾക്ക് 10 വയസ്സാണോ 1 വയസ്സാണോ 100 വയസ്സാണോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. നിങ്ങൾ ആയുസ്സിന്റെ അവസാനം വരെ ആ നിയോഗത്തെ ഒരഭിഷേകം വ്യാപരിക്കുമ്പോൾ, ഒരഭിഷേകം തലമേലിടുമ്പോൾ, ഒരു നിയോഗം തലമേലിടുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തെ തന്നെ തിരികെയാണ്. വാസ്തവത്തിൽ നിങ്ങൾ ചുമക്കുന്നത് ഒരു അനോയിന്റിങ് എന്നതിനേക്കാൾ അപ്പുറം സിസ്റ്ററെ ക്രിസ്തുവിന്റെ നാമത്തെയാണ്. ഞാനിത് പറയുമ്പോൾ അപ്പാവല്ല ഇങ്ങനൊരു വെളിപ്പാട് കാണിക്കുന്നു. പല ജോലി സ്ഥാനങ്ങൾ കേട്ടോ, ജോലി സ്ഥലങ്ങൾ രാവിലെ ഭയങ്കര എനർജിയോടെ പ്രാർത്ഥിച്ചൊക്കെ ജോലി സ്ഥലത്ത് പോയിട്ട് അവിടെ ചെന്നുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ, അവിടെ ചെന്നുണ്ടാകുന്ന ചില അസ്വസ്ഥപ്പെടുത്തൽ, സ്തോത്ര കൊളീഗ്സിന്റെ ഭാഗത്ത്, അതായത് സ്തോത്ര ജോലിക്കാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വാക്കുകൾ, മാനേജറിന്റെ നിങ്ങളുടെ ഹെഡിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ നിമിത്തം സ്തോത്രം ഭയങ്കരമായി വേദനപ്പെട്ട് വിഷമിച്ച് വൈകുന്നേരം സ്തോത്രം ദൈവത്തോട് പരാതി പറഞ്ഞ് ഭയങ്കര ക്ഷീണിച്ച് തളർന്ന് വീട്ടിലേക്ക് മടങ്ങി വന്ന് പിന്നെ അന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഇരുന്ന് ദിവസങ്ങളെ അങ്ങനെ വേസ്റ്റാക്കി കളയുന്ന ഒരു മേഖലയെ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ ജോലി സ്ഥലങ്ങൾക്കകത്ത് ഒരു സ്വസ്ഥതയെ പരിശുദ്ധയാത്മാവ് ചിലരുടെ മേല്, ഞാനിത് ആരോടാ സ്പെസിഫിക്കലി പ്രവചിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിത് ആരോടോ സ്പെസിഫിക്കലി പ്രവചിക്കുക. ജോലി സ്ഥലങ്ങൾക്കകത്ത് ഒരു സമാധാനത്തെ പരിശുദ്ധാത്മാവ് തരുമെന്ന് ഇന്ന് പകൽക്കാല ദൂതായി വിളിച്ചു പറയുകയാണ്. ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. നീ അധൈര്യപ്പെടേണ്ട, നീ പേടിക്കേണ്ട. നിങ്ങൾ രക്തത്തിന്റെ മറവില, അത് കൂടാതെ ദൈവം കണ്ടുവച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടെ ആഴത്തിൽ ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൗത്യത്തിലൂടെ ക്രിസ്തു എന്നുള്ള സത്യ ദൈവത്തെയാണ് നിങ്ങൾ ചുമക്കുന്നതെങ്കിൽ ആ നാമത്തിന്റെ പവറിന് നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നവർ അവിടെ നിന്ന് ഓടിപ്പോയാലും നീ ചിലയിടങ്ങളിൽ ഉറച്ചു നിന്ന് എന്റെ പ്രവൃത്തിയെ കാണുമെന്ന് പരിശുദ്ധ അപ്പാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ആമേൻ, 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 ആമേൻ. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തും ചർച്ചിന്റെ അകത്തും മാത്രമല്ല ദൈവമക്കളെ അഭിഷേകത്തോടെ കാലെടുത്തു വെക്കേണ്ടത്, നിങ്ങളുടെ ജോലി സ്ഥാനങ്ങൾക്കകത്തും നിങ്ങൾ വിശ്വാസത്തോടെ. കൂടെയുള്ളവർ പല മതം പല ജാതി സ്തോത്രം, നിങ്ങൾ അത് കാര്യമാക്കേണ്ട. അവരുടെ കാഴ്ചപ്പാട് വേറെയാ. ഇറ്റ് ഡസന്റ് മാറ്റർ ഫോർ യു. കാരണം നിങ്ങൾ ക്യാരി ചെയ്യുന്നത് കർത്താവിന്റെ നാമത്തെയാണ്. ആമേൻ, 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 ആമേൻ. ആദ്യത്തെ ദൂതിൽ ഭവനത്തിന്റെ അകത്തളങ്ങൾ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഈ ദൂതുമായി ബന്ധപ്പെട്ട് പറയുക, ജോലി സ്ഥലങ്ങൾ ദൈവത്തിന്റെ നാമത്തിന്റെ പവറിന് നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി മാറുന്ന ആത്മാവ് ദൂത് പറയുകയാണ്. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവള് പ്രസംഗിക്കാനും
വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും പ്രസ്താവിക്കാനും കർത്താവിനെ പ്രസ്താവിക്കാനൊക്കെ ചെന്നപ്പോഴേ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞു കാണുമെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? ഈ വയസ്സായ സ്ത്രീക്ക് വീട്ടിനകത്ത് മൂലെ കുത്തിയിരുന്ന പോരെ, ഇവർക്കെന്നാ യോഗ്യത, ഇവർക്ക് ഞങ്ങളെ പോലെ സ്വത്രം. പക്ഷെ ഇവര് നാട്ടുകാരുടെ വാക്കല്ല നോക്കിയതെന്ന് പറഞ്ഞാൽ ഒരു ആമയം പറയാൻ പറ്റുമോ? ഇവര് നോക്കിയത് ഇവർ ചുമക്കുന്ന നാമത്തെ മാത്രമാണ്. ഞാൻ ഇത് പറയുമ്പോഴേ ഇതും ഒരു ദൂതായി പരിശുദ്ധാത്മാവ് തരുവാണേ. പല അന്യാരാധന മേഖലകൾക്കകത്തുള്ളവരൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നത്. സ്തോത്രം. നിങ്ങളൊരു സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അപ്പം നിങ്ങൾ സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര ഡബിൾ പേഴ്സണാലിറ്റി കാണിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ചർച്ചിനകത്ത് ഈ നാമത്തെ ക്യാരി ചെയ്തിട്ട് മറ്റു പലരെയും പ്രസാദിപ്പിക്കാൻ അവരോട് ചേർന്ന് അതും സത്യമാണ്, ശരിയാണ് കേട്ടോ, ശരിയാണ്, നിങ്ങൾ പറയുന്നതും ഓക്കെ, സംഭവം നമുക്കറിയാം അവർ പറയുന്നതല്ല സത്യം, പക്ഷേ നമുക്ക് പിണക്കാൻ വയ്യ. ഓർത്തോണം, അകത്ത് ചുമക്കുന്നത് ക്രിസ്തുവിനെയാണെങ്കിൽ ഏത് പകലും രാത്രിയും ആരുടെ നടുവിൽ പോയാലും വെളിപ്പെടുത്തേണ്ടത് ക്രിസ്തുവിനെ തന്നെയായിരിക്കണം. ചിലർ പറയും ഞാൻ ഇതിനകത്താണെങ്കിലും ഞാൻ അങ്ങനെയല്ല, ഞാൻ എല്ലാത്തിലും ഉണ്ട്. നോ, അങ്ങനെ പാടില്ല, അങ്ങനെ പാടില്ല. എന്ന പേരിൽ നിങ്ങൾ ക്രിസ്ത്യാനിയാ, പക്ഷെ ക്രിസ്തുവിന്റെ നാമത്തിന്റെ പവർ വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ വാസ്തവമായി അവനെ വെളിപ്പെടുത്തുന്നവരാകണം. വേർതിരിയേണ്ടടുത്ത് വേർതിരിയണമെന്ന് ആത്മാവ് ശക്തമായി ദൂത് പറയുകയാണ്. മൂന്നാമത്തത് ഞാൻ എന്താ പറഞ്ഞ, നമ്മൾ രക്തം കവർ ചെയ്തു, നാമം കവർ ചെയ്തു. മൂന്നാമത്തത് വചനം. വചനം. ഹല്ലേലൂയ സ്തോത്രം. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ഒരൊറ്റ വാക്യം കൂടെ, ഇത് ലാസ്റ്റ് വാക്യം, ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് അടച്ചു വെക്കാം. വചനം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, അതിനാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കണേ. ഹാലല്ലേ, ഇവിടെ നമ്മൾ ഒരു 5-10 മിനിറ്റ് കൂടെ സംസാരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. വചനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റി നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ OTയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ, സർജറിക്ക് വേണ്ടി വിധേയപ്പെട്ടവർ ഡോക്ടർമാർ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ കീറി മുറിക്കുമ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ അവയവങ്ങളും നമ്മുടെ ഇന്റേണൽ ഓർഗൻസും നമ്മുടെ സിരകൾ, നമ്മുടെ അകത്തുള്ള ബ്ലഡ്, ഇതൊക്കെയല്ലേ അവർക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ ഒരാളെ മുറിച്ചാൽ കാണാൻ പറ്റുന്നത് അല്ലേ? പക്ഷേ ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. ഓരോ ദൈവ പൈതലിനെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മുറിക്കുകയാണെങ്കിൽ അവന്റെ അകത്തെ അവയവങ്ങളും ബ്ലഡും ഒന്നുമായിരിക്കരുത് സ്വർഗത്തിന്റെ കണ്ണിപ്പെടുന്നത്. അവനെ മുറിക്കുമ്പോൾ നമ്മുടെ അകത്ത് മുഴുവൻ വചനമായിരിക്കണം ദൈവത്തിന് കാണാൻ പറ്റണം. ദൈവത്തിന് അഭിമാനത്തോടെ പറയാൻ പറ്റണം, ഒരു ഭക്തന്റെ അകത്ത് നോക്കുമ്പോൾ അകത്ത് മുഴുവൻ വചനം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം പോയോ? വർഷങ്ങൾക്ക് ശേഷം മറിയയുടെ വയറ്റിനകത്ത് ക്രിസ്തു യേശു ദൈവപുത്രനായി സ്തോത്ര ഹല്ലേലൂയ ദൈവപുത്രൻ മനുഷ്യപുത്രനായി ഉരുവാകുകയാണ്. മറിയ ഈ കുഞ്ഞിനെ പ്രസവിച്ചു, വളർന്നു. ഹല്ലേലൂയ സ്തോത്രം. വളർന്നു. യേശു യോർദാന്റെ നദിക്കരയിൽ വരിക. ഇനി എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണേ. യേശു യോർദാന്റെ നദിക്കരയിൽ വരികയാണ്. യോഹന്നാന്റെ കരക്കീഴിൽ സ്നാനപ്പെടണം. ദൈവപുത്രന് സ്നാനം ആവശ്യമില്ല. ഉണ്ടോ?
താൻ പാപിയല്ല. പക്ഷേ വചനം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ താൻ എന്തായി നിൽക്കണം? വരുന്ന പാപം അവൻ ചുമക്കുന്ന മാനവരാശിക്കു വേണ്ടി താൻ ഒരു മാതൃകയായി നിൽക്കണം എന്നുള്ളതാ വചനത്തിന്റെ ഓർഡർ. താൻ അതാകുകയാ. ഇനി നിങ്ങൾ ഈ വേദഭാഗം വായിച്ചേ. ആമേ. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനക്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ? ഈ സ്നാനക്കടവിൽ വെച്ച് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? സ്നാനക്കടവിൽ വെച്ച് സിസ്റ്ററെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ വരിക. യോഹന്നാൻ പറയുക, ഞാനോ നിന്നെയോ? അയ്യോ, ഞാൻ എൻ്റെ മേൽ അങ്ങനെ ഒരു നിയോഗമുണ്ടോ? നിനക്കിപ്പോ ശരിക്കും നിനക്ക് സ്നാനപ്പെടണോ? അത് ഞാനാണോ? ഒരു 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചാഞ്ചാട്ടം പോലെ, ഒരു വലിവ് പോലെ, ഒരു കൺഫ്യൂഷൻ പോലെ. പക്ഷേ പുത്രന്റെ ഹൃദയത്തിൽ കത്തുന്നത് വചനമാകുന്നത് കൊണ്ടും പുത്രൻ തന്നെ വചനമാകുന്നത് കൊണ്ട് പുത്രൻ പറയാ, ഇതാണ് വചനം. ഇപ്പോൾ വേറെ കൺഫ്യൂഷൻ വേണ്ട, ഇതിപ്പോ നമുക്കുചിതം. എങ്ങനെയാ? ഇതിപ്പോ നമുക്ക്, എനിക്കെന്നല്ല നിനക്കെന്നല്ല, സ്നാനപ്പെടുത്തുന്നവനും സ്നാനപ്പെടുന്നവനും ഇതാണ് ഇപ്പോൾ സ്വർഗത്തിന്റെ ഓർഡർ. എനിക്കത് നിങ്ങളുടെ അഭിമന്യു പാസ്റ്റർക്കും അതേ, എനിക്കും അതൊരു കൃപയുണ്ട്. ഞങ്ങൾക്ക് നല്ല മറവിയുണ്ട്, എനിക്കുമുണ്ട്. ഞാൻ അക്കാര്യത്തിൽ ഒട്ടും കുറവല്ല. ചിലർ ഈ പ്രാർത്ഥിക്കാനൊക്കെ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് കുറച്ചൊരു മാസത്തിന് മുമ്പേ അവരെ നമ്മൾ വീണ്ടും കാണും. പക്ഷെ എനിക്ക് ഒരു ഓർമ്മയും കിട്ടത്തില്ല ആരാത്. പിന്നെ ചിലപ്പോഴൊക്കെ ആക്ട് ചെയ്യേണ്ടിയിട്ട് വരും. സിസ്റ്റർ ഞാൻ മറ്റേ എന്തുണ്ട് വിശേഷം അബദ്ധവും പറ്റിയിട്ടുണ്ട്. കാരണം നമുക്ക് ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ അവരായിരിക്കില്ല, അയ്യോ ഇത്ര ഡിമാൻഡ് ഉള്ളത്. സത്യത്തെ ഓർമ്മയില്ലാത്തത് കൊണ്ടാണ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ നമ്മുടെ ആ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിലുള്ള ആ ഹോളിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം ചിലരുടെയൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എനിക്ക് ആരുടെ ഇങ്ങനെ പേരോ അപ്പം ഇവരൊക്കെ ഇങ്ങനെ ലീല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ആരാണെന്നും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരികയില്ല. അതുകൊണ്ട് ഇതിനകത്തൊക്കെ നിങ്ങളിപ്പോൾ കറൻലി പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒന്നും എനിക്ക് അറിയത്തില്ല, ഞാൻ ഒട്ട് ചോദിച്ചിട്ടുമല്ല. പക്ഷെ ഞാൻ ഇന്നലെ അല്പസമയം ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എന്നോട് ഈ വചനം സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് ഏത് വേദഭാഗം വേണേലും എടുക്കാം, കാരണം ഇത് മുഴുവൻ വചനമാണ്. പക്ഷെ എന്തോ ആത്മാവ് ഈ വേദഭാഗത്തിൽ നിന്ന് തന്നെ പറയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ശക്തമായ ഒരു പ്രേരണ തന്നതിൻ പ്രകാരം ഞാൻ പറയുന്നു, ഒരു കൺഫ്യൂഷനും വേണ്ട. ഇപ്പോൾ ഇതാകുന്നു ഉചിതം, ഇതാകുന്നു സമയം, ഇത് വചനമാകുന്നത് കൊണ്ട് നിങ്ങൾ അതിനെ റിസീവ് ചെയ്തേ പറ്റത്തുള്ളൂ. പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴേ നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് തീർത്തില്ല, നിങ്ങളത് വാ കൊണ്ട് പറഞ്ഞിട്ടല്ലേ ആ നാമത്തെ സ്വീകരിച്ചത്. ഓരോ ദൂതും നിങ്ങളുടെ മേൽ തരുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ച നന്മയെ കണ്ടില്ലേ? ആ രക്തം നിങ്ങളുടെ കൂടെ നിന്നില്ലേ? എന്നാൽ ആത്മാവ് പറയാ, പെൻഡിങ് ആയി കിടക്കുന്ന സകല വചനങ്ങൾ പൂർത്തിയാക്കുവാനുള്ള സമയം ഇതാകുന്നു. ഞാനിത് ശക്തിയോടെ പറയാ, ഇതാകുന്നു സമയം. യോഹന്നാനെ, നിനക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ഇപ്പോ വേണോ, ഇപ്പോഴാണോ, ഇവിടെയാണോ, ഞാനാണോ, അദ്ദേഹമാണോ, ഒരു കൺഫ്യൂഷനും വേണ്ട. സിജോ പാസ്റ്ററെ, എനിക്ക് ആ വാക്യം ഉറക്കെ എന്നെ വായിച്ചു കേൾപ്പിക്കുക, സഭയെ വായിച്ചു കേൾപ്പിക്കുക. 15-ാമത്തെ വാക്യം, യേശു അവനോട്, ആ വാക്ക് ഉറക്ക സഭ പറ, ഇപ്പോൾ പറ, സമ്മതിക്കോ, നീ സമ്മതിക്കോ?
Praise to Jesus. Praise to Jesus. Praise to Jesus. ഇത് സമ്മതിച്ചിട്ട് വേണം നിന്നെ അടുത്ത തലത്തിലേക്ക് എനിക്ക് കയറ്റാൻ. ഇത് സമ്മതിച്ചിട്ട് വേണം നീ ആത്മാവിന്റെ ശക്തിയോടെ പുറപ്പെടാൻ. ഇത് സമ്മതിച്ചിട്ട് വേണം നിന്റെ കരത്തിലൂടെ എനിക്ക് ചിലത് ചെയ്തെടുക്കാൻ. ഇത് സമ്മതിച്ചിട്ട് വേണം എനിക്ക് ദേശത്തിന്റെ നടുവിൽ നിന്നെ ഉയർത്താൻ. ഇത് സമ്മതിച്ച് ഇത് സമ്മതിച്ചനന്തരം യേശു സ്നാനപ്പെട്ട് കയറിയപ്പോ 4 കാര്യങ്ങളാ സഹോദരിമാരെ സഹോദരന്മാരെ നടന്നത്. ഒന്ന്, ഉറക്കപ്പറ സ്വർഗം തുറന്നു, ആത്മാവ് വന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന അംഗീകാരം ലഭിച്ചു, ദൈവത്തിന്റെ പ്രസാദം അവന്റെ മേൽ വന്നു. ഈ 4 കാര്യങ്ങൾ നടന്നത് സമ്മതിച്ചതിനു ശേഷം. ഒറ്റ ചിന്തയും കൂടെ ഞാൻ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ആന്റിയുടെ വീട്ടിലെ മോൻ, അവനോടൊരു കാര്യം ചെയ്യാൻ ആന്റി രാവിലെ 10 മണിക്ക് ഏൽപ്പിച്ചു. വൈകുന്നേരം 4 മണിക്ക് അവൻ ആ കാര്യം ഭംഗിയായി ചെയ്ത് പൂർത്തീകരിച്ച് വെച്ചാൽ ആന്റിക്ക് ഒരു സന്തോഷം തോന്നത്തില്ലേ? ആന്റി പറയും, മക്കളെ കുട്ട, നീ ആടാ എൻ്റെ ചക്കരക്കുട്ടൻ, നീ ആടാ എൻ്റെ ആമേസോത്ര അമ്മയുടെ പൊന്നുമോൻ അല്ലേ? എന്തുകൊണ്ടാ? ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, അതോ അവ ചെയ്യുന്നതിന് മുന്നേ പറയോ എൻ്റെ പൊന്നുമോനാ? ഇല്ല, ചെയ്തതിന് ശേഷമാ അത് തൃപ്തിയോടെ പറയാൻ പറ്റുന്നേ. പക്ഷെ ഇവിടെ യേശു സ്നാനപ്പെട്ടങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത 3.5 വർഷത്തെ അസൈൻമെന്റ് സ്വർഗം ഇട്ടത് പെൻഡിങ് കിടക്കുക. പക്ഷെ ചെയ്യുന്നതിന് മുൻപ് പിതാവ് അറിയാം, നീ എൻ്റെ പ്രിയപുത്രനാ, ഞാൻ നിന്നിൽ പ്രസാദിച്ചു. ചേടാ, അത് ചെയ്യാൻ പോന്നേലേ ഉള്ളൂ. അതെന്നാ വർത്താനം? ഈ 3.5 വർഷമൊക്കെ കഴിഞ്ഞ് ക്രൂശി കിടക്കുമ്പോൾ പറഞ്ഞെങ്കിൽ, ഇപ്പൊ എല്ലാം നിവൃത്തിയായതിനു ശേഷം പിതാവ് പറഞ്ഞെങ്കിൽ നമ്മൾ എഗ്രി ചെയ്യും, ഇത് ചെയ്യട്ടെന്ന്. അപ്പൊ പിതാവ് പറയാ, ഇവ ചെയ്യുന്നതിന് മുന്നേ എനിക്കറിയാം ഇതവൻ ചെയ്യും. എനിക്ക് ബോധ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ അംഗീകാരം കൊടുക്കുക, നീ എൻ്റെ പ്രിയ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇനി എൻ്റെ ചോദ്യം, ഈ ലോകത്ത് ഒറ്റ ഒരാളെ നോക്കിയേ കൊടുത്ത ജോലി ചെയ്തു തീർക്കുന്നതിന് മുൻപ് പിതാവിന്റെ പ്രസാദം വന്നോളൂ, അത് യേശു ക്രിസ്തുവിന് മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മേൽ ആ പ്രസാദം വരാൻ ഒത്തിരി എഫേർട്ട് ഒന്നും എടുക്കണ്ട. ഓൾറെഡി പ്രസാദം ലഭിച്ചവരെ അകത്തു വഹിച്ചാൽ മതി. ഓൾറെഡി ഫേവർ ലഭിച്ചവന്റെ വചനത്തെ ക്യാരി ചെയ്താൽ മതി. പ്രൈസ് ടു ജീസസ്. ഇപ്പൊ പിതാവ് നോക്കുമ്പോ ലിയ അല്ല കാണുന്നേ, ഓൾറെഡി പ്രസാദിച്ചു വെച്ചിരിക്കുന്ന ഒരുത്തിന്റെ വചനവുമായിട്ട് ലിയ നടക്കുന്നേ. ദൈവം നോക്കുമ്പോ എന്നാ കാണുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ലിയ ചില ദിവസങ്ങൾക്ക് ശേഷം പിശാചുമായി ഡയറക്റ്റ് സംസാരിക്കുക. അപ്പൊ യേശു പറയാ, പോടാ പോയി പണി നോക്കടാ, ഞാൻ വചനം കൊണ്ട് ജീവിക്കുന്നവനാ. ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് സ്നാനം ഉൾപ്പെടെയുള്ള സകല പ്രമാണങ്ങൾ സ്വീകരിച്ച് നിൽക്കുന്ന വരവാണ് എന്റെ അകത്ത് മൊത്തം വചനം. നീ പോയി പണി നോക്കും. എന്നോട് പരിശുദ്ധ അപ്പാവി സഭയെ നോക്കിക്കൊണ്ട് പറയുക, 3 കാര്യങ്ങള് ഇനി അങ്ങോട്ട് നിങ്ങളെ ഓടിപ്പിക്കാൻ പോകുന്നത്. 1, രക്തത്തിന്റെ ശക്തി. 2, വചനത്തിന്റെ ശക്തി. പേടി വരുമ്പോ തലയുടെ കീഴിൽ ബൈബിള് വെക്കുന്നതല്ല ദൈവമക്കളെ വചനത്തിന്റെ ശക്തി. ഇഷ്ടമില്ലാത്തവര് ഒരു പക്ഷെ കാണുമ്പോ രക്തം നാവിനകത്ത് എടുക്കുന്നതല്ല രക്തത്തിന്റെ പവർ. അതിന്റെ അകത്ത് കയറി നിന്നിട്ട് പറയണം, അതിന്റെ അകത്ത് കയറി, ഞാൻ ഈ പവർ ചുമക്കുന്നയാളാണ്, ഞാൻ ഈ പവർ ചുമക്കുന്നയാളാണ്. 3, നിങ്ങളുടെ അകത്ത് നിങ്ങൾ ക്യാരി ചെയ്യുന്ന യേശുവിന്റെ നാമം രോഗം വരുമ്പോ മാത്രം
ഒരു ദൈവ പൈതൽ 24 മണിക്കൂറും വെളിപ്പെടുത്തേണ്ടത് അത്രേ ക്രിസ്തുവിന്റെ. എല്ലാ കണ്ണുകളും അടയപ്പെടട്ടെ, എല്ലാ കണ്ണുകളും. ഞാൻ 1, 2, 3 കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളവരൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. ചില ഭവനങ്ങൾക്കകത്ത് സ്വസ്ഥതയെ ദൈവം മടക്കി തരുമെന്ന് പറയുമ്പോൾ അതിനൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ ആമേൻ പറഞ്ഞു. ചില റൂമുകൾ കർത്താവിന്റെ രക്തത്തെ ശുദ്ധീകരിക്കപ്പെടുകയാണെന്ന് പറയുമ്പോൾ അതിനൊരു ആമേൻ പറയാൻ പറ്റുന്നവരൊക്കെ അതിനൊരു ആമേൻ പറഞ്ഞു. ആമേ ആമേ. ചർച്ച വരുമ്പോൾ ഭയങ്കര ഹാപ്പിയാ, പക്ഷെ വീട്ടിന്റെ അകത്ത് കയറുമ്പോൾ അതേപോലെ ചില സ്വത്ര ആരോഗ്യത്തെയും സമാധാനത്തെ ചോർത്തിക്കളയുന്ന ചില മേഖലകൾ ഇന്ന് പകൽക്കാലം പറ സ്വത്ര രക്തത്തിന്റെ മറവിങ്കിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാ, പിശാചിന് ജയിക്കാൻ പറ്റാത്ത നാമത്തെ, പൈശാചിക തലങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത പവറുള്ള ബ്ലഡ്, അത് എന്റെ മേൽ, എന്റെ കുഞ്ഞിന്റെ മേൽ, എന്റെ വീടിന്റെ അകത്തത് മുദ്രയായി ഓൾറെഡി പിതാവ് പ്രസാദിച്ചിട്ടിരിക്കുന്നവനെയാണ് ഞാൻ ചുമക്കുന്നത്. ആമേൻ.